ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്രിസ്മസ് കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സംജാതമാവുകയാണ്. ഈ അവസരത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിശബ്ദനായ വിശുദ്ധനായ വിശുദ്ധ യോസേപ്പ് പിതാവ്, ദൂതൻ സ്വപ്നത്തിൽ യോസേപ്പ് പിതാവിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ദാവീദ് പുത്രനായ ജോസഫിനെ ഭയപ്പെടേണ്ട, മടിക്കേണ്ട. ദൂതന്റെ ആ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആ ഒരു ദർശനത്തിലൂടെ ദൈവം സംസാരിക്കുന്നത് യോസേപ്പ് പിതാവ് മനസ്സിലാക്കിയപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മടിച്ചു നിൽക്കുകയോ ചെയ്തില്ല. വളരെ സന്തോഷത്തോടുകൂടെ തന്നെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതൊരു രാജകൽപ്പന, ഭൗതികമായ അധികാരികളുടെ ഒരു കൽപ്പന കേട്ടപ്പോൾ ഗർഭിണിയായ ഭാര്യയെയും കൂട്ടി തന്റെ ജന്മദേശത്തേക്ക് പേര് എഴുതി ചേർക്കപ്പെടുവാനായിട്ട് ജോസഫ് യാത്രയാവുകയാണ്. വേറൊന്നും ആലോചിച്ചില്ല. കഴുതയ്ക്ക് ചീനിയിടുന്നു, വേണ്ട കാര്യങ്ങളെല്ലാം എടുക്കുന്നു. അവർ അപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മുന്നോട്ട് നീങ്ങുവാൻ ചിലപ്പോൾ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുവദനീയമല്ല. എങ്കിലും മേലധികാരികളുടെ അല്ലെങ്കിൽ ദൈവകൽപ്പന അത് മാനിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു വലിയ ബോധ്യമാണ്, അനുസരിക്കപ്പെടേണ്ടത് എന്നുള്ള വലിയൊരു സത്യമാണ് യോസേപ്പ് പിതാവ് തന്റെ നിശബ്ദമായ പ്രവൃത്തികളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അവരുടെ യാത്രാമധ്യേ മറിയത്തിന് പ്രസവവേദനയുടെ അസ്വസ്ഥതകൾ തുടങ്ങി. പല വാതിലുകളും അവർ മുട്ടി. ഭൗതികമായ വാതിലുകൾ പലതും അവർ മുട്ടിയിട്ടും അവർക്ക് എവിടെയും ഒരു ആശ്രയം, ഒരു സഹായം, ഒരു കൈത്താങ്ങ് എവിടെയും ലഭിച്ചില്ല. ലോകരക്ഷകനായ യേശുക്രിസ്തുവാണ് ജനിക്കുവാൻ പോകുന്നത്. ജനിക്കേണ്ടത് രാജകൊട്ടാരങ്ങളിലും അതുപോലെയുള്ള സുഖസൗകര്യങ്ങളിലും ജനിക്കേണ്ടിയിരിക്കുന്ന ഒരു ജീവിതം, ജനിച്ചു വീണത് ദുർഗന്ധം വമിക്കുന്ന കന്നുകാലിക്കുട്ടിൽ ജനിക്കേണ്ടി വന്ന സാഹചര്യം. അവിടെയും യോസേപ്പ് പിതാവിന് പരാതികളൊന്നും ആരോടുമില്ലായിരുന്നു. അടുത്ത സ്വപ്നം ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യോസേപ്പ് പിതാവിനോട് പറയുന്നു, ഭാര്യയെയും മകനെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെടുക. നിസ്സംശയം അതേ നിമിഷത്തിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി അവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, അനുസരണം എന്ന ആ ഒരു വലിയ ഒരു കൃപ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടാൻ യോസേപ്പ് പിതാവിനെ നമുക്ക് അനുകരിക്കാം. അദ്ദേഹത്തിന്റെ പാതകളെ നമുക്ക് പിന്തുടരാം. അദ്ദേഹം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നിശബ്ദമായി വലിയ കാര്യങ്ങളാണ് നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. ഈ ക്രിസ്മസിന് നമ്മളെയും നമുക്കൊന്ന് വിശുദ്ധീകരിച്ച് യോസേപ്പ് പിതാവ് എങ്ങനെയായിരുന്നോ വിശുദ്ധ ഗ്രന്ഥത്തില് ജീവിച്ചത്, ആ യോസേപ്പ് പിതാവിന്റെ, ആ നല്ല പിതാവിന്റെ, ആ നല്ല മധ്യസ്ഥന്റെ മാതൃക നമുക്കും പിന്തുടരാം. ഈ ക്രിസ്മസ് നാളുകള് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പൊന്നുണ്ണീശോ പിറക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ അനുസരണമുള്ളവരാക്കി മാറ്റാം. പിതാവായ ദൈവത്തെ അനുസരിക്കുന്നവർ, പുത്രനായ യേശുവിനെ അനുസരിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവർ, സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും പഠനങ്ങളും അനുസരിക്കുന്നവർ, സഭാ തലവന്മാരെ അനുസരിക്കുന്നവർ, കൂട്ടായ്മയെ അനുസരിക്കുന്നവർ, അങ്ങനെ നമുക്ക് അനുസരണത്തിന്റെ മക്കളായി ഈ പുതിയ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറുവാൻ നമുക്കും ഒരുങ്ങാം. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.